നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ലോക യോഗാ ദിനം സംഘടിപ്പിച്ചു. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ അഴീക്കലിൽ ദിനാചരണം നടത്തി. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായിരുന്നു യോഗാ ദിനാചരണം. MDMAയുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. പോരുവഴി കമ്പലടി സ്വദേശി അൻസലാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു. തലമുറകൾ പഴക്കമുള്ളതാണ് കളത്തട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലം പൊട്ടിയത്. കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം. കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ അമ്മ അന്നം അറിവ് എന്ന പേരിലാണ് ഫെസ്റ്റിവൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക യോഗാ ദിനം സംഘടിപ്പിച്ചു. വിവിധങ്ങളായ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ അഴീക്കലിലാണ് യോഗാ ദിനാചരണം നടത്തിയത്. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് രാജ്യാന്തര യോഗാ ദിനം സംഘടിപ്പിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കൽ ബീച്ചിലായിരുന്നു യോഗാ ശിബിരം. പൊതുജനങ്ങൾക്കിടയിൽ യോഗയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ദൈനംദിന ജീവിതത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും യോഗയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യോഗാ ശിബിരം സംഘടിപ്പിച്ചത്. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്നതായിരുന്നു ഈ വർഷത്തെ യോഗാ ദിനാചരണ പ്രമേയം. യൂണിറ്റ് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശാനുസരണം ITBP സേനാംഗങ്ങൾ പങ്കെടുത്ത യോഗാ ശിബിരത്തിന് അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ ബെന്നി ജോസ്, ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. MDMAയുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. പോരുവഴി കമ്പലടി സ്വദേശി അൻസലാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SDPI പ്രവർത്തകനായ പോരുവഴി കമ്പലടി പുന്നവിള വീട്ടിൽ അൻസലിനെയാണ് പിടികൂടിയത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.5 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. മറ്റൊരാൾക്ക് കൈമാറാനായി വീടിന് സമീപത്ത് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത്. ഷൂർനാട് SI ജോസഫ് ലിയോൺ, SI ദീപു, റൂറൽ ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു. തലമുറകൾ പഴക്കമുള്ളതാണ് കളത്തട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലം പൊത്തിയത്. ഇതിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട് നേരത്തെ തകർന്നു വീണിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ടാണ് തകർന്നു വീണത്. കളത്തട്ട് ക്ഷയോന്മുഖമായ അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലംപതിച്ചത്. ഇതിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട് നേരത്തെ തകർന്നു വീണിരുന്നു. കളത്തട്ട് നവീകരിക്കണമെന്ന് ഭരണസമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള കളത്തട്ടാണ്. വളരെ വർഷങ്ങളായിട്ട് തന്നെ ഇത് ജീർണാവസ്ഥയിലായിരുന്നു. നേരത്തെ അത് ശ്രദ്ധിക്കാൻ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്കോ ആർക്കും തന്നെ കഴിഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ 8 മാസ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ ഈ ഉപദേശ സമിതി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നിവേദനങ്ങൾ സമർപ്പിച്ചു. അതിൻ്റേതായ രീതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്ത് സന്ദർശിച്ചു. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണ അനുമതി തന്നിട്ടുള്ളത്. കളത്തട്ട് നവീകരിക്കുന്നതിന് അനുമതി കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കളത്തട്ട് തകർന്നു വീണത്. രണ്ടാമത്തെ ഭരണസമിതി വന്നിട്ട് അവർ ഒറ്റരാശി ഏതാണ്ടൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ 8 മാസത്തിനകം പണി തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനൊരു കൂട്ടായ്മ, ഒരു നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കളത്തട്ട് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ട സജീവ പ്രവർത്തനങ്ങൾ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായിട്ട് ഇത് പുനർനിർമ്മിക്കണമെന്നുണ്ട് നാട്ടുകാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഉള്ള ഭരണസമിതിയും ഇതിനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയുന്നത്. എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിച്ച് കാണുവാൻ ഇവിടുത്തെ നാട്ടുകാരെ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ തുടക്കമായി. ആ അമ്മ അന്നം അറിവ് എന്ന പേരിലാണ് കുട്ടികളുടെ ലിറ്റററി ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായാണ് കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്.
ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എഴുത്തുകാരുമായി സംവാദം, സിനിമാ പ്രദർശനം, വിവിധ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തൽ, ചർച്ച, പുസ്തക ചർച്ചകൾ, ഗ്രന്ഥശാല സന്ദർശനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടക്കും. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച് നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് താഹിർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മായ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന 13 പരിപാടികളിൽ ഒട്ടും ആലങ്കാരികമല്ലാതെ, കന്നഡി സ്കൂളിനോടുള്ള എൻ്റെ പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പങ്കെടുക്കുന്ന മെച്ചപ്പെട്ട ഒരു വായനാ ദിന പരിപാടിയിലായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് മെച്ചപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാളുടെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോടൊക്കെ തന്ന വൈകി പറയാനിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ഇന്നലകളിൽ നിങ്ങൾ പഠിച്ചിരുന്ന അതേ ബെഞ്ചിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി അധിക നാളുകളല്ലാതെയായ ഒരു കുട്ടി ഈ വേദിയിൽ മുഖ്യ അതിഥിയാകുന്നത് ഇന്നൊരു പക്ഷേ കരുനാഗപ്പള്ളി താലൂക്കിൽ ഞാൻ കാണുന്ന ഏക സ്കൂളായിരിക്കും ഞാൻ കരുതുന്നു. കലാമണ്ഡലം കൃഷ്ണപ്രസാദ് ക്ലാസിന് നേതൃത്വം നൽകി. കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കടയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ നനച്ചു രേണുകേ രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേ തോന്നലഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. പ്രഥമാധ്യാപിക മീര സിറിൽ, അഡ്മിനിസ്ട്രേറ്റർ ഗംഗാറാം കണ്ണമ്പള്ളിൽ, സുധീർ ഗുരുകുലം, വിഹാസ് തേവലക്കര, സിനോപി ബാബു, ശ്രീരാഘുപതാരം, അക്ഷയ് ചന്ദ്രൻ, ഷീജ C, ജയകുമാരി O, ബിന്ദു KR, അനിത S ബാബു, ആശ KG, ശ്രീജ R, ബിന്ദു S, ബിജു തേവലക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. പുനലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. ആദ്യഘട്ടത്തിൽ 26 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത്. പുനലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോത്തുകുട്ടികളെ വിതരണം ചെയ്തത്. 26 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിൽ പുനലൂർ നഗരസഭയാണ് ഈ പദ്ധതി ആദ്യമായി പ്രാബല്യത്തിൽ വരുത്തിയത്. 15,000 രൂപയാണ് ഒരു പോത്തുകുട്ടിയുടെ വില. നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50% കിഴിവിലാണ് പോത്തുകുട്ടികളെ വിതരണം ചെയ്തത്. ആകെ 80 ഗുണഭോക്താക്കളാണ് പോത്തുകുട്ടിയെ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ പോത്തുകുട്ടി വളർത്തൽ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മളൊരു മാതൃക എന്ന നിലയ്ക്കാണ് അന്ന് എടുത്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ അന്ന് നമ്മൾ വളരെ പരിമിതമായ എണ്ണമാണ് അന്ന് തീരുമാനിക്കപ്പെട്ടത്. പക്ഷേ അപേക്ഷകൾ ഒരുപാട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ കൂടുതൽ എണ്ണത്തിലേക്ക് സമ്പത്ത് വെച്ചുകൊണ്ട് അത് റിവൈസ് ചെയ്യുകയും കഴിഞ്ഞ തവണ നമ്മുടെ മാർച്ച് 31 വെച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തീർക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് കൊടുക്കാൻ പറ്റാതെ വരികയും ആ പ്രോജക്റ്റ് റിവൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 69 പേരാണ് ബെനിഫിഷ്യറീസ് ആയിട്ട് നമുക്ക് ഗുണഭോക്തൃ വീതം അടച്ചിട്ടുള്ളത്. ആ 69 പേർക്ക് നമുക്കിപ്പം ഉടൻ തന്നെ അത് കൊടുക്കാൻ കഴിയും. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇന്ന് 26 എണ്ണത്തിനെ നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയും പിന്നീടുള്ള ദിവസങ്ങളിലുമായിട്ട് ബാക്കി ഇതിന്റെ പോത്തുകുട്ടികൾ വരികയും അത് നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ വർഷവും നമ്മളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുണഭോക്തൃ വീതം അടയ്ക്കുന്ന നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ പോത്തുകുട്ടികളെ വിതരണം ചെയ്തുകൊണ്ട് ആ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മൊത്തത്തിൽ 69 പോത്തുകുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാനായി രജിസ്ട്രേഷൻ ഉള്ളത്. അത് മൊത്തം കൊടുക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് റിവൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വിതരണം നടത്തുകയാണ്. അതിലെ ആദ്യത്തെ 26 എണ്ണത്തിനെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതിനുശേഷം ബാക്കിയുള്ള പോത്തുകളെ ബുധനാഴ്ചയോടുകൂടി ഒരു 30 പോത്തുകളെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ബാക്കിയുള്ള പോത്തുകളെ കൂടെ കൊടുത്ത് നമ്മൾ ഈ വർഷത്തെ വാർഷിക പദ്ധതി അവസാനിപ്പിക്കുന്നതാണ്. പോത്തുകുട്ടിയുമായി ബന്ധപ്പെട്ട് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് PNS, വെറ്റിനറി സർജൻ ഡോക്ടർ മോളി വർഗീസ്, മുൻ വൈസ് ചെയർമാൻ D. ദിനേശൻ, കൗൺസിലർമാരായ സതീഷ്, അരവിന്ദാക്ഷൻ, നാസില ഷാജി, ഡോക്ടർ ദിവ്യ, ഡോക്ടർ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കമ്മൽ നഷ്ടപ്പെടുകയോ ഈ കാത് വലിയുകയോ ചെയ്താൽ അപ്പൊ തന്നെ മൃഗാശുപത്രിയിൽ വിവരം അറിയിക്കണം. കമ്മൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുള്ളൂ. നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഈ പ്രോജക്റ്റ് ഏറ്റവും നല്ല വിജയമായിരിക്കട്ടെ. നിങ്ങൾ ചെല്ലുമ്പോൾ ഉടനെ പുല്ല് മാത്രം കൊടുക്കുക, പച്ചവെള്ളവും കൊടുക്കുക. പതുക്കെ നമ്മുടെ തീറ്റയിലേക്ക് കൊണ്ടുവരിക. ഉടനെ കൊണ്ട് കഞ്ഞിയൊന്നും വെച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണ്. വെയിലത്ത് കൊണ്ട് കെട്ടരുത്. പുനലൂര് മഴയാണെങ്കിലും ഉച്ചയാകുമ്പോൾ കാണാൻ വലിയ വെയിൽ. അങ്ങനെ വെയിലത്ത് കൊണ്ട് കെട്ടല്ലേ. 2 ആഴ്ച നിങ്ങളുടെ ശ്രദ്ധയിലും സംരക്ഷണത്തിലും ആയിരിക്കണം.
ഈ പൊത്തുണ്ടായിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയാപിള്ള സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നമ്മൾ പോത്തുകുട്ടി വളർത്തൽ പദ്ധതി ഉൾപ്പെടുത്തുകയും അതിന് നമ്മൾ ആദ്യമായി 20 പേർക്ക് കൊടുക്കുന്ന രീതിയിലാണ്. കാരണം ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 20 പേർക്ക് നൽകാൻ എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചത്. പക്ഷേ നമ്മുടെ ആളുകളൊക്കെ വളരെ ആവേശത്തോടു കൂടി ഒരുപാട് അപേക്ഷകൾ നൽകുകയും നമുക്ക് അപേക്ഷകൾ നൽകിയപ്പോൾ ഭയങ്കര ദുഃഖം തോന്നി. കാരണം 20 പേർക്കാണ് നമ്മൾ നൽകുന്നത്. പക്ഷെ അപേക്ഷകൾ ഒരുപാട് കൂടി. അപ്പൊ നമ്മൾ റിവിഷൻ വന്നപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് 80 പേർക്ക് കൊടുക്കുന്ന രീതിയിൽ ഈ പ്രോജക്റ്റ് നമ്മൾ റിവൈസ് ചെയ്തു. കാരണം അപേക്ഷകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 69 പേര് പൈസ അടച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പുനലൂരിലെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാർക്കുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള രീതിയിലാണ് വേസ്റ്റ് ബിൻ നിർമ്മിച്ചിരിക്കുന്നത്. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുനലൂർ താലൂക്ക് ആശുപത്രി, TB ജംഗ്ഷൻ, തൂക്കുപാലത്തിന് സമീപം, സിവിൽ സ്റ്റേഷൻ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പുനലൂർ നഗരസഭയാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള രീതിയിലാണ് വേസ്റ്റ് ബിൻ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും യാത്രക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് വേസ്റ്റ് ബിൻ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുന്ന സാഹചര്യത്തിലാണ് പുനലൂരിൽ പലയിടങ്ങളിലായി വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. മാലിന്യമുക്ത നഗരം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പൊതുജനങ്ങൾ മാലിന്യങ്ങൾ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയമായ പാർക്കിങ്ങും വാഹനങ്ങൾ തിരിയുമ്പോൾ ഹോൺ മുഴക്കാത്തതുമാണ് അപകട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ പതിവായതോടെയാണ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. വ്യാഴാഴ്ച പുനലൂരിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പത്തനാപുരം, തെങ്കാശി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന KSRTC ബസ്സുകൾ ഇവിടെ തിരിയുമ്പോൾ ഡ്രൈവർമാർ ഹോൺ മുഴക്കാറില്ല എന്നും ആക്ഷേപമുണ്ട്. ഇതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ ഈ ഭാഗത്ത് പതിവായതോടെയാണ് ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അശാസ്ത്രീയമായ പാർക്കിങ്ങും പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. കൃത്യമായ വാഹന പാർക്കിംഗ് നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമായ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമായ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രാവിലെ 9-നും ഉച്ചയ്ക്ക് 2 മണിക്കുമായി 2 സെക്ഷനുകളിലായിട്ടാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ അവാർഡ് വിതരണ ഉദ്ഘാടനം 10 മണിക്ക് മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിക്കും. കഴിഞ്ഞ 1.5 വർഷമായതേ ഉള്ളൂ ജില്ലാ കമ്പനി എന്ന രീതിയിലേക്ക് നമ്മളൊരു കമ്പനിക്ക് രൂപം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ 3 ലക്ഷം വരുന്ന കൺസ്യൂമറുടെ കുട്ടികളിൽ ഈ വർഷം 10ലും +2ലുമായി ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ ഈ പ്രാവശ്യം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് 2025 എന്ന പേരിൽ നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത്. 670 കുട്ടികളാണ് 10ലും +2ലുമായിട്ട് അതിന് എലിജിബിളായിട്ട് നമുക്ക് രജിസ്ട്രേഷനിൽ നമുക്ക് എലിജിബിളായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് വിതരണം ഈ 22-ാം തീയതി രാവിലെ ഫാത്തിമാത കോളേജിനോട് ചേർന്നിട്ടുള്ള ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ വെച്ച് നടക്കുക. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി J. ചിഞ്ചുറാണി അവർ നിർവഹിക്കും. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ ബിസിനസ്സുകളായ സൗത്ത് സോളാർ, സൗത്ത് TV എന്നിവയുടെ ലോഞ്ചിങ്ങും നടക്കും. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, MLA-മാരായ M. നൌഷാദ്, PC വിഷ്ണുനാഥ്, PS സുബാൽ, കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, CR മഹേഷ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള വിഷനെ സംബന്ധിച്ച് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 1000 കോടി ടേൺ ഓവർ ക്രോസ് ചെയ്ത ഒരു കമ്പനി എന്ന രീതിയിലും മറ്റൊന്ന്
ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനത്തും രാജ്യത്ത് ഏതാണ്ട് 4ാം സ്ഥാനത്തും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള വിഷൻ ഇന്ന് മുന്നിലാണ്. 4ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള 3 സ്ഥാനം നമുക്കറിയാം രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് ശക്തികൾ കൈയടക്കുന്ന കമ്പനികളാണ്. അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ്, ചെയർമാൻ പി ബിനു, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പി സുരേഷ് ബാബു, കുര്യാക്കോസ് വൈദ്യർ, താജുഗോപാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോച്ചങ്കോണം നെടുമ്പായിക്കുളം ഇടയ്ക്കോട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. 4 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. പോച്ചങ്കോണം നെടുമ്പായിക്കുളം ഇടയ്ക്കോട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സദസ്സിൽ പങ്കെടുക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. മുൻ MLA ആയിട്ടുള്ള ശ്രീ എഴുവൺ നാരായണൻ ഉൾപ്പെടെ ശ്രീ P.A. എബ്രഹാം കൂടെ ഉണ്ടായിരുന്നു. ശ്രീ രാമാനുജൻ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് ജനപ്രതിനിധികളെ. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം V. സുമാലാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് കിളിത്തട്ടിൽ, R. വിജയപ്രകാശ്, രഞ്ജിനി അജയൻ, സ്വാഗത സംഘം കൺവീനർ K. ഓമനക്കുട്ടൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MP മനേഷ, ജയപ്രകാശ് നാരായണൻ, രഞ്ജി മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. 4 കോടി രൂപ ചിലവഴിച്ച് BMDC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക യോഗാ ദിനം സംഘടിപ്പിച്ചു. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ അഴീക്കലിൽ ദിനാചരണം നടത്തി. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായിരുന്നു യോഗാ ദിനാചരണം. MDMA-യുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. പോരുവഴി കമ്പലടി സ്വദേശി അൻസലാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു. തലമുറകൾ പഴക്കമുള്ളതാണ് കളത്തട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലംപൊത്തിയത്. കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം. കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ അമ്മ അന്നം അറിവ് എന്ന പേരിലാണ് ഫെസ്റ്റിവൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.